ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള നെയ്പായസം ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് നെയ്പായസം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ആദ്യം അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു കടായിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉരുളിയോ അങ്ങനെ അടികട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉണക്കലരി എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഒരു ലൈറ്റ് പിങ്ക് കളറിൽ പായസത്തിൻ്റെ അരി കിട്ടില്ലേ, അത് തന്നെ. ഞാനിപ്പോൾ നിറപറയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്, പായസത്തിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു 250 ഗ്രാം, അതായത് ഒരു 1.25 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിക്കാം. ഞാനൊരു 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ഇത് മുഴുവനായിട്ട് വേവിക്കരുത്, വല്ലാതെ സോഫ്റ്റ് ആവരുത്, അത് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്ന പോലെ സോഫ്റ്റ് ആക്കിയിട്ട് വേവിച്ചെടുക്കരുത്. അപ്പം ഞാനിത് വേവിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂടിപ്പോയി അറിയാതെ, അത് കാരണം വെള്ളം കുറച്ചധികം വറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും അളവിൽ വെള്ളം വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ വറ്റിപ്പോവില്ല കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. പിന്നെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ വേവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പകുതിയിൽ കൂടുതൽ വേവിക്കണം, എന്നാൽ ചോറ് പോലെ സോഫ്റ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ കുറച്ചൊരു ബലം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വറ്റെടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ പുറമേ കുറച്ചൊരു ബലം ഉണ്ടായിരിക്കും, എന്നാൽ ഉള്ളിൽ കുറച്ച് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരിക്കും. ആ ഒരു പാകമായിരിക്കണം കേട്ടോ. അതായത് ഒരു 70%, ഒരു 70% ഒക്കെ കുക്കായാൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റ് വേവായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കിയിട്ടാണ് വേണ്ടതെങ്കിൽ ശർക്കര ചേർക്കുന്നതിൻ്റെ മുന്നേ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ശർക്കര ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ശർക്കര ചേർക്കാം. അപ്പോൾ 250 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്, അതിന് 400 ഗ്രാം ശർക്കരയാണ് കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നെയ്പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മധുരമൊക്കെ വളരെ കറക്റ്റായിരിക്കും, നല്ല രുചിയായിരിക്കും ഈ നെയ്പായസത്തിന്. അപ്പോൾ അച്ചി ശർക്കരയാണെങ്കിൽ ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയിട്ട് അഴുക്ക് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഞാൻ ചേർത്തത് അഴുക്കില്ലാത്ത നല്ല പൊടി ശർക്കരയാണ്. നന്നായി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്യ് അത്യാവശ്യം നല്ല ഒഴിച്ചാലാണ് നെയ്പായസത്തിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നെയ്യും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് വേവിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ലാതെ വെള്ളം വറ്റിപ്പോവും. ശർക്കരയുടെ മധുരമൊക്കെ ആ ചോറിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇതെപ്പോഴും നല്ല അടികട്ടിയുള്ള ഉരുളി പോലത്തെ പാത്രങ്ങളിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും കൂടുതൽ നന്നാവുക. അപ്പോഴാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ ഇതുപോലത്തെ കടായി, നല്ല കട്ടിയുള്ള അടികട്ടിയുള്ള കടായി ആയാലും മതി കേട്ടോ. അപ്പോൾ പായസം കുറച്ച് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അരി വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇതിൽ നെയ്യ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് ഒഴിക്കുക. അപ്പോൾ ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, പിന്നെ ഒരു 5-6 മിനിറ്റ് വേവിച്ചു. അതിന് ശേഷം വീണ്ടും നമ്മൾ നെയ്യ് ഒഴിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചെടുക്കുക, ഒന്നിച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഏറ്റവും അവസാനം വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു. ഇനി ഒരു 5-6 മിനിറ്റും കൂടി ഒന്ന് വേവിച്ച് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ പ്രാവശ്യം നെയ്യ് ഒഴിക്കുമ്പോഴും ആ ഓരോ പ്രാവശ്യം നെയ്യ് ഒഴിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് അതിലേക്കൊക്കെ നെയ്യ് നന്നായിട്ട് പിടിച്ചതിൻ്റെ ശേഷം വീണ്ടും നെയ്യ് ഒഴിച്ചെടുക്കുക. അതുപോലെ അതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ പായസമൊക്കെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ആ അരി ഇങ്ങനെ വല്ലാതെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. അതിങ്ങനെ വേറെ നമുക്കിതിൽ കാണണം. അതായത് ആ ചോറ് ഇങ്ങനെ അധികം വേവാതെ കുറച്ചൊരു ബലത്തിലായിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് ഏറ്റവും അവസാനം ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, ഒരു നുള്ള് ചേർത്താൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ആ നെയ്യിൻ്റെ ആ പച്ച നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പ് വറക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിക്കുക. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് കോരിയെടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി റേസിൻസ്, ഞാനിവിടെ കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ ഉണ്ടെങ്കിൽ അതായാലും മതി, അത് വറുത്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ 3-4 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തുകൂടി ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറിൽ വറുത്ത് കോരിയെടുക്കാം.
ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അത് വറുത്ത നെയ്യും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി വറുത്ത് ചേർത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ കുറവുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് ഈ നെയ്പായസം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്